4 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരുന്നു വരുന്ന കാൽപന്ത് വസന്തം. ഭൂമി എന്ന ഭൂഗോളം ഒരു തുകൽപന്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു പ്രതിഭാസം. അതെ, ഫിഫ വേൾഡ് കപ്പ്. ആൽബി സെലസ്റ്റിയൻ തീക്കാറ്റും ലിയോ പേമാരിയും പെയ്തൊഴിഞ്ഞ ഖത്തറിന്റെ മണലാരണ്യത്തിൽ നിന്നും ഒരു തുകൽപന്ത് യാത്ര തുടർന്നിട്ട് 2026 വീണ്ടും 4 വയസ്സ് തികയുകയാണ്. ലോകത്തിന്റെ 4 ദിക്കിലുമുള്ള മനുഷ്യരുടെ ഹൃദയം ഇന്ന് ഒരിടത്തായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾ USA, കാനഡ, മെക്സിക്കോ വേൾഡ് കപ്പിൽ ഏത് ഗ്രൂപ്പിൽ പെടും? ആരൊക്കെയാകും എതിരാളികൾ? വാഷിംഗ്ടൺ DC-യിൽ വേൾഡ് കപ്പ് ഡ്രോക്ക് വേണ്ടി ഫിഫ തയ്യാറെടുക്കുമ്പോൾ ആരാധകരുടെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ പെരുക്കുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ടീം ഏത് ഗ്രൂപ്പിലേക്ക്? മരണ ഗ്രൂപ്പിന്റെ കയങ്ങളിൽ പെട്ടുപോകുമോ, അതോ തുടക്കം എളുപ്പമാക്കുമോ തുടങ്ങി 100 കൂട്ടം ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങുന്നു. 36 നിന്ന് 48 ടീം എണ്ണം ഉയരുന്ന വേൾഡ് കപ്പിൽ നറുക്കു വീഴുന്നു. ഗ്രൂപ്പ് എയിലേക്ക് നോക്കുമ്പോൾ ആതിഥേയരായ മെക്സിക്കോയുണ്ട്. കൂടെ ആഫ്രിക്കൻ രാജ്യമായ സൗത്ത് ആഫ്രിക്കയും ഏഷ്യയുടെ അഭിമാനമായ സൗത്ത് കൊറിയയും. സൺഹ്യൂം പോലുള്ള മികച്ച താരങ്ങളെ കാണാൻ ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ നിങ്ങൾ കാണണമെന്നർത്ഥം. സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിൽ മെക്സിക്കോ അറിഞ്ഞൊരുങ്ങുമ്പോൾ സൗത്ത് കൊറിയയും സൗത്ത് ആഫ്രിക്കയും ചേർന്ന് ഗ്രൂപ്പ് എ മികച്ച മത്സരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. 4ാം സ്ലോട്ടിൽ ഇതുവരെ ടീമായിട്ടില്ല. പ്ലേ ഓഫ് വിജയികളെ കാത്ത് ആ കിടക്കുന്ന സ്ഥാനം കൂടെയാകും ഗ്രൂപ്പ് വിജയികളെ തീരുമാനിക്കുന്നത്. ഗ്രൂപ്പ് ബിയിലും ഒരു സ്ഥാനം പ്ലേ ഓഫ് വിജയികളെ കാത്തിരിക്കുന്നുണ്ട്. മറ്റൊരു ആതിഥേയരായ കാനഡ ഗ്രൂപ്പ് ബിയിലാണ്. എന്നാൽ മറ്റു 2 ടീമുകൾ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പോന്ന കരുത്തർ തന്നെയാണ്. ഏഷ്യൻ ബമ്പന്മാർ ഖത്തറും പിന്നെ സ്വിറ്റ്സർലാൻഡും. അഫീഫ് അടക്കമുള്ള ഖത്തർ നിരയെപ്പറ്റി നമുക്ക് അറിയാവുന്നതാണ്. ആ ഗ്രൂപ്പിൽ തന്നെ കോബലും അക്കാഞ്ചിയും ഗ്രാൻഡ് സാക്കിയും അണിനിരക്കുന്ന സ്വിറ്റ്സർലാൻഡ് കൂടെ ചേരുമ്പോൾ പോരാട്ടം നടക്കും. പ്ലേ ഓഫ് വിജയികൾ കൂടെ ചേരുമ്പോൾ മാത്രമേ അതിന്റെ തീവ്രത മനസ്സിലാകൂ. ഗ്രൂപ്പ് സിയിലേക്ക് നോക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ടീമിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അധികം തവണ ലോക കിരീടം നെഞ്ചോട് ചേർന്നവർ. അതെ, കാനറിപ്പട ബ്രസീൽ. വർഷങ്ങളായുള്ള കിരീട വരൾച്ച കന്ത്യം കുറിക്കാൻ കാർലോയുടെ കീഴിലാണ് ഇത്തവണ കാനറിപ്പട അമേരിക്കയിലേക്ക് എത്തുന്നത്. വിനിയും റോഡ്രിഗോയും റാഫീഞ്ഞയും എസ്റ്റബാവോയും അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രതിഭകൾ അഞ്ചലോട്ടി എന്ന ആചാര്യന്റെ കീഴിൽ അണിനിരക്കുകയാണ്. എന്നാൽ ഗ്രൂപ്പിൽ മൊറോക്കോ എന്ന കരുത്തരുണ്ട്. 2022 വേൾഡ് കപ്പിൽ സെമിയിലെത്തിയ ടീമാണ് മൊറോക്കോ. വേൾഡ് കപ്പിൽ ആദ്യമായി സെമി കാണുന്ന ആഫ്രിക്കൻ അറബ് രാജ്യമാണ് അവർ. യാസിൻ ബോണോ, ഹക്കീമി, അബ്രമാത്ത്, ബ്രഹീം ഡയസ്, എൽ നസറി എന്നിവരുടെ ടീം ബ്രസീലിന് തലവേദനയാവാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പിൽ പിന്നെയുള്ളത് ഹൈറ്റിയും ആൻഡർ റോബർട്ട്സണും മാക്ടോമിയും കളിക്കുന്ന സ്കോട്ട്ലാൻഡ് കൂടെയാകുമ്പോൾ ഗ്രൂപ്പ് സിയിൽ ഉജ്ജ്വല മത്സരങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് ഡിയിൽ അമേരിക്കയും പരാഗ്വേയും ഓസ്ട്രേലിയയും എന്നീ ടീമുകളാണ്. ഒരു സ്ഥാനം പ്ലേ ഓഫ് വിജയികളെ കാത്തിരിക്കുന്നു. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ കരുത്തരായ ജർമ്മനിയെ കാണാം. കിമ്മിച്ചും വിടുസുമടങ്ങുന്ന ജർമ്മൻ നിര പഴയ പ്രതാപത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ജർമ്മനിക്ക് വലിയ പണിയൊന്നുമില്ലാതെ ഗ്രൂപ്പ് മത്സരങ്ങളായിരിക്കും ഇത്തവണ. കൂടെയുള്ളത് കുറക്കാബോയും പിന്നെ കോട്ടെ ഡിവോറിയുമാണ്. പിന്നെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നത് കെസഡോ കളിക്കുന്ന ഇക്വഡോറിനായിരിക്കും. ഗ്രൂപ്പ് എഫിലേക്ക് വരുമ്പോൾ നെതർലാൻഡിന്റെ ഓറഞ്ച് പടയും ഏഷ്യയുടെ അഭിമാനമായ ജപ്പാനും പിന്നെ ടുണീഷ്യയും കൊമ്പ് കോർക്കുന്നു. വാൻഡേക്ക്, അക്കെ, ടെംഫ്രിസ്, ഡിലേറ്റ്, ഡിയോങ്, ഗ്രാവൻബർഗ്, മാൻഡേഴ്സ്, സാവി സൈമൺസ്, ഡീപേ, ഗാപ്കോ അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രതിഭകൾ നെതർലാൻഡിന്റെ സ്ക്വാഡിലുണ്ട്. എന്നാൽ മിനാമിനോ, കൂബോ തുടങ്ങിയ ജപ്പാൻ ടീമിന് അട്ടിമറി ശേഷിയുണ്ട്. ഒരു സ്ഥാനം പ്ലേ ഓഫ് വിജയികളെ കാത്തിരിക്കുകയാണ്. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഇറാനും ന്യൂസിലാൻഡും. ഡോക്കു, കോർട്ടോയ്സ് തുടങ്ങിയവർ അണിനിരക്കുന്ന ബെൽജിയം പട കാലങ്ങളായി അവരുടെ പ്രതീക്ഷക്കൊത്ത പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
അവിടേക്ക് സലയും ഒമർ മർമോഷും അടങ്ങുന്ന ഈജിപ്ത് വരികയാണ്. ഒപ്പം ഇറാനും ന്യൂസിലാൻഡും ചേരുമ്പോൾ പോരാട്ടം കണക്കും. ഗ്രൂപ്പ് എച്ചിൽ കാര്യങ്ങൾ അല്പം കഠിനമാണ്. ഒരുപക്ഷെ മരണ ഗ്രൂപ്പെന്ന് നിങ്ങൾക്ക് വിളിക്കാം. കാരണം ലോക ഫുട്ബോളിലെ കരുത്തരും നിലവിൽ മികച്ച സ്കോഡുമുള്ള സ്പെയിനിന് കൂടെയുള്ളത് ഉറുഗ്വേയും സൗദി അറേബ്യയുമാണ്. ഗ്രൂപ്പിൽ ബലിയാടായി കപ്പ് വെർദെയും. സ്പെയിനിലെയും ഉറുഗ്വേയിലെയും താരങ്ങൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിലേക്ക് അട്ടിമറി കരുത്തുമായി സൗദി കൂടെ ചേരുമ്പോൾ ഇതിൽ ആര് പുറത്താക്കുമെന്ന് കണ്ടറിയാം. ഗ്രൂപ്പായി 2 മികച്ച ഗോൾ വേട്ടക്കാരുടെ നേരിട്ടുള്ള പോരാട്ടമാണ്. 2022 ഫൈനലിസ്റ്റുകൾ ഫ്രാൻസ് ഒരു ഭാഗത്തുണ്ട്. പിന്നെ സെനഗലും നോർവേയും ഒരു സ്ഥാനം പ്ലേ ഓഫ് വിജയികൾക്കാണ്. വമ്പൻ സ്കോഡുള്ള ഫ്രാൻസിന് തന്നെയാവും മുൻതൂക്കം. എന്നാൽ ആരാധകർ കാത്തിരിക്കുന്നത് ഫ്രാൻസ് നോർവേ തമ്മിലുള്ള പോരാട്ടമാണ്. ആധുനിക ഫുട്ബോളിലെ 2 ആക്രമണകാരികളുടെ നേരിട്ടുള്ള യുദ്ധം. അതെ, എംബാപ്പെ വേഴ്സസ് ഹാലൻഡ്. ഗ്രൂപ്പ് ജയിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു രാജ്യമുണ്ട്. അതെ, ഖത്തറിൽ കിരീടം അണിഞ്ഞ നീലപ്പട, മെസ്സിയുടെ അർജന്റീന. അർജന്റീനക്ക് പക്ഷേ ഗ്രൂപ്പ് ഘട്ടം ലളിതമാണ്. അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാനാണ് കൂടെയുള്ളത്. ഗ്രൂപ്പ് കെയിലേക്ക് വരുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കാൻ ഒരു കാരണമുണ്ട്. മെസ്സിയെ പോലെ അയാൾക്കും കനക കിരീടം ലഭിച്ച് ഫുട്ബോളിൽ പൂർണ്ണനാകട്ടെ എന്ന് പലരും ആഗ്രഹിക്കുന്നു. അത് ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ. ഇത്തവണ മികച്ച സ്കോഡുള്ള ടീമാണ് പോർച്ചുഗൽ. ടീനയും നെവസും അടക്കമുള്ള ഒരു പിടി മികച്ച താരങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും ഒരു സ്ഥാനം പ്ലേ ഓഫ് വിജയികളെ കാത്തിരിക്കുകയാണ്. അവസാന ഗ്രൂപ്പായി എല്ലിൽ മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുണ്ട്. പാൾമറും ബെല്ലിങ്ങമും അടങ്ങുന്ന ഇംഗ്ലീഷ് പട. കൂടെയുള്ളത് ക്രൊയേഷ്യയും ഗാനയും പനാമയും.